കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് സ്നേഹ. ലേൺവൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് അക്കാഡമിക് മെത്താണ്. നമ്മൾ ഇന്നത്തെ ഈ സെഷനകത്ത് നോക്കാൻ പോകുന്നത് BPEd പേപ്പറായ BRL 113 ബിസിനസ് എത്തിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഈ ഒരു സെഷനകത്ത് നമ്മൾക്ക് കഴിഞ്ഞ PYQ അനാലിസിസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും. അതിനകത്ത് മെയിനായിട്ട് നമുക്കൊരു ഇൻഡെപ്ത് അനാലിസിസ് ആണ് ചെയ്യുന്നത്. പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ബേസിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് പോർഷൻസും എല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് ഒരു എക്സാം പാറ്റേൺ December 24 നമ്മൾ എഴുതുമ്പം അതിന് മേ ബി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ഗൈഡ് എന്ന രീതിയിലാണ് ഈ PYQ അവൈലബിൾ ആക്കുന്നത്. ഇതിനകത്ത് നമ്മൾ സിലബസും പാസ്റ്റ് എക്സാം ട്രെൻഡ്സും ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരു പ്രൊഡക്റ്റീവ് അനാലിസിസ് തന്നെയാണ് ഇതിനകത്ത് ത്രൂ ഔട്ട് നമ്മൾ കണ്ടുവരുന്നത്. ദെൻ ഈ ഒരു പേപ്പറിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു വർക്കിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സും ബ്ലോഗ്സും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമുക്ക് ഒന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് മേ ബി ഇങ്ങനൊക്കെയാണ് വരാൻ ചാൻസ് എന്ന് പറയാൻ പറ്റുക ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ലാസ്റ്റിൽ അവൈലബിൾ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ആൻസർ ഗൈഡ് ബുക്ക്, അല്ലെങ്കിൽ അതിന്റെ ആൻസേഴ്സ് എങ്ങനെ അതിനെ ആൻസർ ചെയ്യാം എന്നുള്ളത് നിങ്ങളുടെ ആപ്പിൽ, ലേൺവൈസിന്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ആപ്പിനകത്ത് അതിന്റെ ഡോക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ഒരു അനാലിസിസ് കൊണ്ട് നിങ്ങൾക്ക് എന്താണ്, കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ഒരു ഹൈലി കോൺഫിഡൻസോടുകൂടി നമുക്കൊരു എക്സാം പ്രിപ്പറേഷന് വേണ്ടി നല്ലപോലെ ഒരു ഹെൽപ്ഫുൾ ആണ് ഈ ഒരു സെഷൻസ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിനകത്ത് നമ്മൾ ബ്ലോക്കും യൂണിറ്റും ടോപ്പിക് വൈസും ആയിട്ടൊക്കെയുള്ള റിലവൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഹൈലി പ്രയോറിറ്റി ഏരിയാസ് ഏതൊക്കെയാണ്, എക്സാം പാറ്റേൺ അനാലിസിസ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതായത് എക്സാമിന്റെ പാറ്റേൺ, ട്രെൻഡ്, ഫോർമാറ്റ്, ഓരോന്നും എങ്ങനെയൊക്കെയാണ്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നതെന്നെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഇതിന് ഹൈലി പ്രയോറിറ്റി കൊടുക്കേണ്ട ബ്ലോക്ക് ഏതൊക്കെയാണ്, യൂണിറ്റ് ഏതൊക്കെയാണ്, ടോപ്പിക്സ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എന്താണ്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മോഡൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സും ഇവാലുവേഷൻ ക്രൈറ്റീരിയാസും എല്ലാം അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു സെഷൻ പോവുക. ദെൻ നമ്മുടെ ഈ ഒരു BRL ടോപ്പിക്കിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബിസിനസ് എത്തിക്സിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മളുടെ ഒരു വൈഡ് ടോപ്പിക് അല്ലേ, അപ്പൊ ഏതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഏതിൽ കൂടുതൽ നമ്മൾ വിട്ടുപോകാതെ നോക്കേണ്ടത് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ എഫിഷ്യന്റ് ആകും. അതുപോലെ തന്നെ നമുക്ക് എക്സാം എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ നമുക്കൊരു ഹൈലി എന്താണ്, ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിക്കൊണ്ട് എക്സാംസ് പോകാൻ പറ്റും. ദെൻ നമ്മുടെ ബിസിനസ് എത്തിക്സിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റിനകത്ത് കുറെ ടോപ്പിക്സ് വരുന്നുണ്ട്. അതായത് ഫെയർ ട്രേഡ് പ്രാക്ടീസസ്, ഡാറ്റ പ്രൈവസി, പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് എത്തിക്സ്, വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി, CSR അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന കുറെ ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടോപ്പിക്സിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലെവൽ സിനറീസ് വരുന്ന ഒരു പോർഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു വിത്ത് എക്സാമ്പിൾസ് അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ മസ്റ്റ് ആയിട്ട് കവർ ചെയ്ത് പോകണം. അല്ല എങ്കിൽ അന്നേരം കാണുമ്പോൾ അയ്യോ ഇത് ഞാൻ പഠിച്ചത് ബേസ്ഡ് അല്ലെങ്കിൽ ഇത് മാത്രമല്ലല്ലോ എന്നുള്ളൊരു ടെൻഷനൊക്കെ കയറും. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ കവറപ്പ് ചെയ്ത് പോവുക. then എന്താണ്, നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും വരാതെ പോകാൻ പറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കത്
എക്സ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ ഹൈലി പ്രിപ്പയർഡ് ആയിട്ട് പോകാൻ വേണ്ടി ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ഇനി ഒരു ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിക് വൈസ് ആയിട്ടുള്ള അതിന്റെ ഒരു റെലവൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ലെവൽ നോക്കാം. ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സ് ആ ഒരു പോർഷനിൽ നിന്നും 15 പ്രാവശ്യം 15 ടൈംസ് എക്സാംസിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരു ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് 15 ടൈംസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് ഇമ്പോർട്ടന്റ് ലെവൽ ഏരിയയിൽ പറയാം. ദെൻ ഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഇൻ റീറ്റെയിൽ ബിസിനസ് അതിന് 12 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതിനെ ഹൈ ലെവൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാം. ദെൻ കൺസ്യൂമർ പ്രൈവസി ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ അത് 10 ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെയും നമുക്ക് ഹൈ ഇമ്പോർട്ടന്റ് ലെവലിൽ നമുക്ക് പോർഷൻസ് പറയാം. ദെൻ വരുന്നത് എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രൊഡക്റ്റ് 1 ആണ്. അത് 8 ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ മീഡിയം റേഞ്ചിൽ നമുക്ക് പറയാം. ദെൻ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രൊഡക്റ്റ് 2 ചോദിച്ചിട്ടുണ്ട്. അതായത് പാർട്ട് 2 ആണ് മറ്റേന്റെ വരുന്നത്. അതിൽ നിന്ന് 7 ടൈംസ് ആണ് എക്സാംസിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതിനെ ഒരു മീഡിയം റേഞ്ച് ഇമ്പോർട്ടന്റ് ലെവലായിട്ട് പറയാം. ദെൻ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രൈസിങ് വരുന്നുണ്ട്. അതിനെ 10 പ്രാവശ്യമാണ് ഫ്രീക്വൻസിയിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതിനെ ഹൈ ഇമ്പോർട്ടന്റ് ലെവലായിട്ട് പറയാം. ദെൻ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രൊമോഷനിൽ നിന്നും 6 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ മീഡിയം റേഞ്ചിൽ നമ്മൾ പറയുന്നു. ദെൻ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ 5 പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ലോ റേഞ്ചിലാണ് ഇമ്പോർട്ടന്റ് ലെവൽ പറയുക. ദെൻ എത്തിക്കൽ പ്രാക്ടീസസ് ഫോർ എംപ്ലോയീസ് നോക്കിക്കഴിഞ്ഞാൽ മീഡിയം ലെവലാണ് 8 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻസ്. ദെൻ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റീസ് നോക്കിയാൽ 9 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിനെ മീഡിയം ഇമ്പോർട്ടന്റ് ലെവൽ എന്ന രീതിയിൽ നമ്മൾ കവറപ്പ് ചെയ്യുന്നു. ദെൻ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ കസ്റ്റമർ സർവീസ് ആൻഡ് ഗ്രീവൻസ് റെസൊല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ 10 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിനെ ഹൈ ഇമ്പോർട്ടന്റ് ഏരിയ അല്ലെങ്കിൽ ടോപ്പിക് ആയിട്ട് പറയാം. ദെൻ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ മാനേജിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ 7 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ മീഡിയം റേഞ്ചിൽ അല്ലെങ്കിൽ മീഡിയം ഇമ്പോർട്ടന്റ് ലെവലായിട്ടും പറയുന്നു. ദെൻ ആ ഒരു കോളത്തിന്റെ ബേസിസിലുള്ള ഒരു ഗ്രാഫാണ്, ബാർ ഗ്രാഫ് ആണ് കാണുന്നത്. അതായത് ഓരോ ടോപ്പിക്കിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ബാർ കാണുമ്പോഴേ അറിയാം. ഫസ്റ്റ് ബ്ലോക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ടോപ്പിക്കായ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സ് ആണ് ഏറ്റവും ഹൈ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഹൈലി ഫ്രീക്വൻസിയിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെ നെക്സ്റ്റ് ഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഇൻ റീറ്റെയിൽ ബിസിനസ് ആണ്. ഈ ഒരു ലെവലാണ് നമ്മളുടെ ഒരു എക്സാമിന് ടോപ്പിക്സ് റെക്കറിംഗ് രീതിയിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ അതൊരു നമുക്ക് ഡയഗ്രമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സിൽ നിന്ന് 50% ടോപ്പിക്സും വന്നിരിക്കുന്ന ഒരു മീഡിയം റേഞ്ച് അല്ലെങ്കിൽ മീഡിയം ഇമ്പോർട്ടന്റ് ലെവലിലും 41.7% ചോദിച്ചിരിക്കുന്നത് ഹൈ ഇമ്പോർട്ടന്റ് ലെവലിലും ദെൻ 8.3% ടോപ്പിക്ക് വന്നിരിക്കുന്നത് ലോ ഇമ്പോർട്ടന്റ് ലെവലിലുമാണ്. അപ്പം നമ്മൾ ഈ ഒരു ഡേറ്റാസ് കണ്ട പോലെ തന്നെ ബിസിനസ് എത്തിക്സിൽ കൂടുതലായിട്ടും എന്താണ് ഹൈ മീഡിയവും പോർഷൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. ഹൈ ഏരിയാസ് നമുക്ക് 41.7%ഉം 50% ടോപ്പിക്ക് മീഡിയം ലെവലും കണ്ടു. അതുകൊണ്ട് മസ്റ്റ് കവർ റേഞ്ചിൽ തന്നെയാണ് മിക്ക പോർഷൻസും വരുന്നത്. അതിലെ ബ്ലോക്ക് 1 and 2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് 2 ടോപ്പിക്സ് എന്ന് പറയുന്നത് ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ മസ്റ്റ് കവർ ആണ്. അപ്പൊ നോക്കിക്കേ ബാർ ചാർട്ടിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സ് വരുന്ന ബ്ലോക്കും ഫെയർ ട്രേഡ് പ്രാക്ടീസ് വരുന്ന ബ്ലോക്കും എന്താണ് ഹൈലി ഫ്രീക്വൻസി ഉണ്ട് അല്ലെങ്കിൽ ഹയർ ടൈമിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. പറഞ്ഞല്ലോ നമ്മൾ ഹൈലി ഇമ്പോർട്ടന്റും മീഡിയം ഇമ്പോർട്ടന്റും ഒക്കെ പറഞ്ഞ റെക്കറിങ് ഒരു ടോപ്പിക്സിന്റെ ബേസിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രീക്വൻസി ലെവൽ അനുസരിച്ചാണ് നമ്മൾ അതിനെ ഹൈലി ആണോ മീഡിയം ആണോ ലോ ആണോ എന്നുള്ള റേഞ്ചിൽ വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു എക്സാം പാറ്റേൺ നോക്കാം. അതായത് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു എക്സാംസിന് നോർമലി കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ ചോദിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഔട്ട് ഓഫ് 20 ആയിരിക്കും അത് വരിക. മെയിൻ ആയിട്ട് വിത്ത് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടി വരും. അതായത് നമുക്കൊരു ഇൻട്രൊഡക്ഷനും ഡാറ്റാസും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വെച്ചുകൊണ്ട് നമുക്കൊരു ഡീറ്റെയിൽഡ് ആൻസർ ആയിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുക. അത് 40 നമുക്ക് വെയിറ്റേജ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ആണ് നമുക്ക് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ കൂടുതലും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ബിസിനസ് എത്തിക്സിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ദെൻ വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. ഷോർട്ട് നോട്ട്സ് ഒരു അതിന്റെ തൊട്ട് താഴെ 30 ആണ് ഫ്രീക്വൻസി വരിക. അതായത് കൂടുതലും ചോദിച്ച് കാണുന്നതാണ്. പക്ഷെ എസ്സേയും ഷോർട്ട് നോട്ട്സും
ഒരേപോലെ ആയിരിക്കും റേഞ്ച് നിൽക്കുക. അതായത് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് മാത്രം മിക്സപ്പ് ചെയ്ത് വരത്തുള്ളൂ. പക്ഷെ കൂടുതലും റേഞ്ച് വരിക ഏതാണ്? എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ദെൻ അതിന്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ 20 ഫ്രീക്വൻസി ഉള്ളത് കേസ് സ്റ്റഡീസ് ആണ്. അതായത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കേസ് തന്നിട്ട് അത് സ്റ്റഡി ചെയ്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വിത്ത് എക്സാമ്പിൾസ് അല്ലെങ്കിൽ വിത്ത് സീനറീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ 20 ഫ്രീക്വൻസി ഉണ്ട്, വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വന്നാൽ തന്നെ സ്കോർ ചെയ്യാൻ എളുപ്പം, നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ട് അതിനകത്ത് എഴുതാൻ. അതിന്റെ കേസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, നമ്മൾ അതിനെ കാണുന്നു എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എക്സ്പ്ലനേഷൻ എഴുതുന്നത്. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ സ്കോർ ചെയ്യാനൊക്കെ നല്ലൊരു എന്താണ് ഏരിയ ആണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ പോർഷൻസ് വരാൻ ചാൻസും ഉണ്ട് നമ്മളുടെ അത് മുമ്പേ പറഞ്ഞത് നമ്മൾ കുറച്ച് ടോപ്പിക്സ് പ്രാക്ടിക്കൽ ലെവലായിട്ടുള്ള ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ദെൻ ക്രിട്ടിക്സ് വരുന്നുണ്ട്. ക്രിട്ടിക്സ് വരുമ്പോൾ എന്താണ് നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കേസ് തന്നിട്ട് അതെന്താണ് വൈ ദിസ് അല്ലെങ്കിൽ അതിനെ കമന്റ് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരത്തില്ലേ. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത് ചോദിക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഫ്രീക്വൻസി ലെവൽ വളരെ ചുരുക്കമാണ്. അത് അത്ര റിപ്പീറ്റഡ് ആയിട്ട് റെക്കറിംഗ് രീതിയിൽ ആ ഒരു പാറ്റേൺ വന്നിട്ടില്ല. ഒരു ഫ്രീക്വൻസിയിൽ മാത്രമേ ആ ഒരു ടൈപ്പ് വന്നിട്ടുള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സെയിം ഒരു ബാർ ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. പിന്നെ കണ്ടിട്ടുള്ള ഷോർട്ട് നോട്ട്സും ദെൻ അതിലും കുറവാണ് കേസ് സ്റ്റഡീസ് വരുന്നത്. ഏറ്റവും കുറവ് കണ്ടിട്ടുള്ളത് ക്രിട്ടിക് ടൈപ്പ് ക്വസ്റ്റ്യൻസും. ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സിൽ നിന്ന് 28.6% മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്. ദെൻ അതിനും തൊട്ട് താഴെ വരുന്നത് 21.4% ഫെയർ ട്രേഡ് പ്രാക്ടീസിൽ നിന്നും അത്ര തന്നെ പെർസെന്റേജ് 21.4% തന്നെ കൺസ്യൂമർ പ്രൈവസി ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷനിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ദെൻ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രൊഡക്റ്റിൽ നിന്ന് 14.3യും എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രൊഡക്റ്റിന്റെ പാർട്ട് 2-ൽ നിന്ന് 14.3യും മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നു കണ്ടിട്ടുള്ളത്. ദെൻ നമ്മളുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഓൾറെഡി പറഞ്ഞു നമ്മൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ടിനെ കുറിച്ചൊക്കെ. അപ്പൊ ആ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് അല്ലെങ്കിൽ ഡിസ്കഷൻസുമാണ് അതിനകത്ത് കൊടുക്കേണ്ടത്. അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ ഡിസ്കസ് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. പിന്നെ വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. ഷോർട്ട് നോട്ട്സ് വരുമ്പം എന്താണ്? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പ്രൈസിങ് ഓജി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക് അതിന്റെ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെ റൈറ്റ് ദ ഷോർട്ട് നോട്ട്സ് ഓൺ ബിലോ ടോപ്പിക്സ് എന്ന് പറയുന്നത് 1-2 ടോപ്പിക്സ് ഒക്കെ തരും. അങ്ങനെയാണ് ഷോർട്ട് നോട്ട്സ് എഴുതാത്തത്. ജസ്റ്റ് ഒരു അതെന്താന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആൻസർ ആണ് വേണ്ടത്. ഒത്തിരി എക്സ്പ്ലനേഷൻ അല്ല, ഒരു കറക്റ്റ് രീതിയിൽ വരുന്ന ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ മാത്രം അതിനകത്ത് ഉണ്ട്. ദെൻ കേസ് സ്റ്റഡീസ്. കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളൊന്ന് പറഞ്ഞ ഹൈപ്പോത്തറ്റിക്കൽ അല്ലെങ്കിൽ റിയൽ വേൾഡ് സിനോറിയോസ് ആയിരിക്കും അതിനകത്ത് വരിക. നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ അനലൈസ് ചെയ്യുന്ന ഒരു പോർഷൻ ആയിരിക്കും ഈ ഒരു കേസ് സ്റ്റഡീസിൽ വരിക.
അതായത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രിൻസിപ്പിൾ നമ്മൾ അത് എങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നാണ് അവർ അതിനകത്ത് നോക്കുക. ക്രിട്ടിക്സിനകത്ത് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാലുവേഷൻ ഓഫ് കൺസെപ്റ്റ്, അതായത് എന്തെങ്കിലും ഒരു എക്സാമ്പിൾസോ പ്രാക്ടീസോ തന്നിട്ട് അത് നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, ഡിസ്കസ് ദ ബിലോ ടോപ്പിക് അല്ലെങ്കിൽ കമന്റ് ദം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നതാണ് അങ്ങനെ ഒരു പോർഷനകത്ത് വരിക. അത് ഇത്രയുമാണ് നമ്മളൊരു പോർഷൻസിനകത്ത് വരിക. പിന്നെ ഒരു മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസും ആണ് കൂടുതൽ നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. പക്ഷെ കേസ് സ്റ്റഡീസും ക്രിട്ടിക്സും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ആ രീതിയിൽ കാണും. അങ്ങനെ മതിയേ. ദെൻ ബ്ലോക്ക് യൂണിറ്റ് കവറേജ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സ്, ഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അങ്ങനത്തെ കുറച്ച് ബ്ലോക്സ് ഉണ്ടല്ലോ. അതിൽ സിഗ്നിഫിക്കന്റ് ഫോക്കസ് അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഹൈലി മാർക്ക് വന്ന് കാണുന്ന കുറച്ച് ഏരിയാസ് ആണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ ഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ദെൻ ടോപ്പിക്സ്, അതായത് ടോപ്പിക്സിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്, ഫെയർ ട്രേഡ് സിഗ്നിഫിക്കൻസ്, ഡാറ്റ പ്രൊട്ടക്ഷൻ, ഇങ്ങനത്തെ ടോപ്പിക്സ് എന്താണ് എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കൂടുതലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതും കമ്പൽസറി ആയിട്ട് കവർ ചെയ്യുക. ദെൻ യൂണിറ്റ് വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനാമിക് പ്രൈസിങ്, വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി, അങ്ങനത്തെ കുറച്ച് യൂണിറ്റ് വൈസ് ഉണ്ടല്ലോ. അതിൽ നിന്നാണ് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ക്രിട്ടിക്സ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സും ഫെയർ ട്രേഡ് പ്രാക്ടീസും. ടോപ്പിക്സ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ് എത്തിക്സ്, ഫെയർ ട്രേഡ് സിഗ്നിഫിക്കൻസ്, ഡാറ്റ പ്രൊട്ടക്ഷനിൽ നിന്നും എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസും, പിന്നെ നമുക്ക് ഡൈനാമിക് പ്രൈസിങ്ങും വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റിയിൽ നിന്നും ഷോർട്ട് നോട്ടും ക്രിട്ടിക് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കുക. ദെൻ ഈ ഒരു റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഇൻസൈറ്റ്സ് ആയിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ബ്ലോക്ക് അല്ലെങ്കിൽ നമുക്ക് കൂടുതലും ഹയർ മാർക്ക് ഇതുവരെ വന്ന് കണ്ടിട്ടുള്ള കുറച്ച് പോർഷൻസ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സും ഫെയർ ട്രേഡ് പ്രാക്ടീസും ആണ്. ഇത് മസ്റ്റ് കവർ ആണ്, നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത് ഈ രണ്ട് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഏരിയാസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ എസ്ഐ ക്വസ്റ്റ്യൻസിന് വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നോക്കുക, റിപ്പീറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കുക. അതായത് എങ്ങനെ ഈ ഒരു ടോപ്പിക് എസ്ഐ ടൈപ്പിൽ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ള ഒരു ക്ലിയർ ഐഡിയയോട് കൂടെ തന്നെ പോകാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് എല്ലാ ബ്ലോക്കും, ഇതിപ്പോ ഇന്നത് പറയുമ്പോൾ ഒരു ഇത് മാത്രമല്ല, നമുക്ക് കേസ് സ്റ്റഡീസ് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ബ്ലോക്സിൽ നമ്മൾ നോളജ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് പോവുക. അപ്പൊ ഏതെങ്കിലും ഒരു കേസസ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഏത് പ്രിൻസിപ്പിൾ ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്ലിയർ ഐഡിയയോട് കൂടെ തന്നെ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോകാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇനി ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യന്റെ ഒരു റേഞ്ച് നോക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക് വൈസ് ഒക്കെ വന്നിട്ട് നമ്മളുടെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതിന്റെ മാർക്കിന്റെ ഒരു റേഞ്ചും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ബ്ലോക്ക് 1, അതായത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സിൽ നിന്ന് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എത്തിക്സ് ആൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ്. ഈ ഒരു ക്വസ്റ്റ്യൻ 5 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. 20 മാർക്കാണ് ആ ഒരു ക്വസ്റ്റ്യന് ആവറേജ് മാർക്ക് വന്നിട്ടുള്ളത്. ദെൻ ഫെയർ ട്രേഡ് പ്രാക്ടീസ് ഇൻ റീറ്റെയിൽ ബിസിനസ്, അതിൽ നിന്നും വാട്ട് ഈസ് മെൻ ബൈ ഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് സിഗ്നിഫിക്കൻസ്, അത് 4 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. 15 മാർക്കാണ് ആവറേജ് വന്നിട്ടുള്ളത്. ദെൻ കൺസ്യൂമർ പ്രൈവസി ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷനിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കസ്റ്റമർ പ്രൊഫൈലിംഗ് ആൻഡ് ഇറ്റ്സ് ചാലഞ്ചസ്, അത് 3 ടൈംസ് ആണ് ഫ്രീക്വൻസി വന്നിരിക്കുന്നത്. ആവറേജ് മാർക്ക് 10. എത്തിക്കൽ പ്രാക്ടീസ് ഇൻ പ്രൊഡക്റ്റ് 1ൽ നിന്നും ഡിസ്കസ് ദ ആസ്പെക്ട്സ് ഓഫ് പ്രൊഡക്റ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, 3 ടൈംസ് ഫ്രീക്വൻസി ഉണ്ട്. 10 മാർക്സ് ആണ് ആവറേജ് മാർക്സ് വന്നിരിക്കുന്നത്. എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രൈസിംഗിൽ നിന്നും വാട്ട് ഈസ് ഡൈനാമിക് പ്രൈസിംഗ് ആൻഡ് ഡിസ്കസ് ഫാക്ടറിംഗ് ഇൻഫ്ലുവൻസിംഗ് ഇറ്റ്, 4 ടൈംസ് ആണ് ഫ്രീക്വൻസി വന്നിരിക്കുന്നത്. ആവറേജ് മാർക്ക് 15. ദെൻ അതിന്റെ ഒരു ബാർ ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോന്നും എങ്ങനെയൊക്കെ, ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സിൽ നിന്നാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്, 5 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ ഫെയർ ട്രേഡിൽ നിന്നും 4 പ്രാവശ്യവും, എത്തിക്കൽ പ്രാക്ടീസ് ഇൻ പ്രൈസിംഗിൽ നിന്നും 4 പ്രാവശ്യം ചോദിച്ചിരിക്കുന്നു. ദെൻ എത്തിക്കൽ പ്രാക്ടീസ് ഇൻ പ്രൊഡക്റ്റ് 1ൽ നിന്നും കൺസ്യൂമർ പ്രൈവസി ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷനിൽ നിന്നും 3 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്.
ദെൻ നമ്മളുടെ ഒരു റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാർക്ക് അലോക്കേഷന്റെ ബേസിലുള്ള ബ്ലോക്ക് വൈസ് ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈപ്പ് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഒരു പോർഷൻ അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ വന്നിരിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സ് ആണ്. ദെൻ വരുന്നത് ഫെയർ ട്രേഡ് പ്രാക്ടീസും പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞൊരു എത്തിക്കൽ പ്രാക്ടീസ് ഇൻ പ്രൈസിംഗും. ഇത് രണ്ടും ഒരേ ഒരു നമ്പർ ആണ് വരുന്നത് 21.4%. പിന്നെ വരുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് എത്തിക്കൽ പ്രാക്ടീസ് ഇൻ പ്രൊഡക്റ്റ് വണ്ണും കൺസ്യൂമർ പ്രൈവസി ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷനുമാണ്. അത് രണ്ടും 14.3% ആണ് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ബേസിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ പറഞ്ഞത് ഫ്രീക്വൻസി കൗണ്ടും നമ്മൾ ആവറേജ് മാർക്സും ഒക്കെ പറഞ്ഞു. ഇതൊക്കെ എന്താണ് ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് കഴിഞ്ഞ ലാസ്റ്റ് ജൂലൈ 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസിൽ ആണ് പറയുക എത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നും എത്ര മാർക്സിന് ഇത് വന്നിട്ടുണ്ടെന്നും അല്ലെ. അപ്പം ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ നോക്കുക. ഇനി ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു നമ്പർ അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എത്തിക്സും ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, അത് 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 20 മാർക്കിന് നമ്മൾ എന്താണ് അത് ആവറേജ് മാർക്കിന് കണ്ടും കഴിഞ്ഞു. അതേപോലെ തന്നെ വാട്ട് ഈസ് മെൻ ബൈ ഫെയർ ട്രേഡ് പ്രാക്ടീസ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്, അത് 4 പ്രാവശ്യം വന്നു 15 മാർക്കിനും. ഇതൊക്കെ എന്താണ് മസ്റ്റ് കവർ എന്ന രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു പോകാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇതിന്റെയാണ് നമ്മൾ ബാർ ചാർട്ടും പൈ ചാർട്ടും കണ്ടത്. ബാർ ചാർട്ടിൽ നമ്മൾ കണ്ടതിൽ നിന്ന് അത് ആദ്യം തന്നെ നമ്മൾ കാണുന്ന എല്ലാ അനാലിസിസിലും എന്താണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ്സും ബിസിനസ് എത്തിക്സും ഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഹൈലി റെക്കറിങ് അല്ലെങ്കിൽ ഹൈലി ഫ്രീക്വൻസിയിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. അത് മസ്റ്റ് കവർ എന്ന രീതിയിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ശ്രദ്ധിച്ച് പ്രിപ്പയർഡ് ആയിട്ട് പോവുക. ദെൻ പൈ ചാർട്ടിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് ഹൈലി ഫ്രീക്വൻസിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈലി ഫോക്കസ് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക ഹൈലി ഫ്രീക്വൻസി എന്ന് പറയാൻ പറ്റുക ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സ് ആൻഡ് ഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന 2 ടോപ്പിക്സ് അല്ലെങ്കിൽ ബ്ലോക്സ് ആയിരിക്കും. അത് കോൺസിസ്റ്റന്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാംസിൽ എല്ലാത്തിലും കണ്ടുവരുന്ന പോർഷൻസ് ആണ്. മസ്റ്റ് ആയിട്ട് കവർ ചെയ്ത് പോവുക, ഹൈലി ഫ്രീക്വൻസിയിൽ പഠിക്കുക, ഹൈലി ഫോക്കസ് ചെയ്ത് പഠിക്കുക. ദെൻ സ്ട്രാറ്റജിക് സ്റ്റഡി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക ഹൈ മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും ഒരു അനാലിസിസ് കണ്ടതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഹൈ മാർക്ക് ക്വസ്റ്റ്യൻസും ഹൈ മാർക്ക് ടോപ്പിക്സും കുറച്ച് കണ്ടു കാണും ഫ്രീക്വന്റ്ലി അപ്പിയർ ചെയ്യുന്നത്. അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ട്രെൻഡ് പാറ്റേൺ, അതായത് കൂടുതലും നമുക്ക് വന്ന് കണ്ടിട്ടുള്ളത് എന്ത് ട്രെൻഡ് ആണ് കണ്ടത്, ഡൈനാമിക് പ്രൈസിങ് അല്ലെങ്കിൽ കസ്റ്റമർ പ്രൊഫൈലിംഗ് ആൻഡ് പ്രൊഡക്റ്റ് സേഫ്റ്റി. ഇതൊക്കെ എന്താണ് ഫ്യൂച്ചർ എക്സാംസിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, റെക്കറിംഗ് രീതി ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ആ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ മുന്നോട്ടൊന്ന് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രഡിക്ഷൻ അനാലിസിസ് വെച്ചിട്ട് നമ്മൾ നടത്തിയൊരു പ്രിപ്പയർ ചെയ്തൊരു ടേബിൾ ആണ്. അതായത് ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സ് എന്ന ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഹൈലി പ്രോബബിൾ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സും, ഒരു മീഡിയം പ്രോബബിൾ വരുന്നത് തിയറട്ടിക്കൽ അപ്രോച്ചസ് ടു ബിസിനസ് എത്തിക്സും, ലോ പ്രോബബിലിറ്റി വരുന്നത് കോഡ് ഓഫ് കോണ്ടാക്ട്സും ആയിരിക്കും. അതായത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ്സിലെ ഹൈലി പ്രോബബിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്,
മീഡിയം തിയറിറ്റിക്കൽ അപ്രോച്ചസ് ടു ബിസിനസ് എത്തിക്സ്, ലോ പ്രോബബിലിറ്റി വരുന്നത് കോഡ് ഓഫ് കോണ്ടക്ട്. ഇനി ഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഇൻ റീറ്റെയിൽ ബിസിനസ്സിൽ ഹൈലി പ്രോബബിൾ ആയിട്ട് അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സിൽ പറയാൻ പറ്റുക സിഗ്നിഫിക്കൻസ് ഓഫ് ഫെയർ ട്രേഡും, മീഡിയം പ്രോബബിലിറ്റിയിൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫെയർ ട്രേഡ്, ലോ പ്രോബബിലിറ്റിയിൽ കൺസ്യൂമർ അവയർനെസ് ഇനിഷ്യേറ്റീവ്സ്. ദെൻ കൺസ്യൂമർ പ്രൈവസി ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷനിൽ ഹൈലി പ്രോബബിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ബെനിഫിറ്റ്സ് ഓഫ് കസ്റ്റമർ പ്രൊഫൈലിംഗ്, മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്നത് ട്രാൻസ്പെറൻസി ഇൻ ഡാറ്റ മാനേജ്മെന്റ്, ലോ പ്രോബബിലിറ്റിയിലെ ഡാറ്റ മിനിമൈസേഷൻ. എത്തിക്കൽ പ്രാക്ടീസ് ഇൻ പ്രൊഡക്റ്റ് വൺ നോക്കിക്കഴിഞ്ഞാൽ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്കിൽ പ്രൊഡക്റ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, മീഡിയം പ്രോബബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ മെറ്റീരിയൽസ്, ലോ പ്രോബബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ എനർജി എഫിഷ്യൻസി. ദെൻ എത്തിക്കൽ പ്രാക്ടീസ് ഇൻ പ്രൈസിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഡൈനാമിക് പ്രൈസിംഗ് ഹൈലി പ്രോബബിൾ ആണ്, മീഡിയം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ലോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സർജ് പ്രൈസിംഗ്. ഇത് ഇത്രയുമാണ് നമ്മളുടെ ഒരു കവർ ചെയ്ത് വരുന്ന ഒരു പ്രോബബിൾ റേഞ്ച് എന്ന് പറയുന്നത്, ഹയർ റേഞ്ചും മീഡിയം ലോയും. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞു. അതിൽ ഹൈ പ്രോബബിൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞ കുറച്ച് പോർഷൻസ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്, സിഗ്നിഫിക്കൻസ് ഓഫ് ഫെയർ ട്രേഡ്, ഡൈനാമിക് പ്രൈസിംഗ്. ഇതെന്താണ് പാസ്റ്റ് എക്സാംസിൽ കൺസിസ്റ്റന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അപ്പിയർ ചെയ്ത് കാണുന്നുണ്ട്. അപ്പൊ സിലബസ് വൈസ് ആയിട്ട് നമ്മൾ ഹൈലി പ്രിപ്പയർ ചെയ്ത് പോകാൻ നോക്കുക. മീഡിയം പ്രോബബിലിറ്റിയിൽ മെയിൻ ആയിട്ട് വരുന്നത് തിയറിറ്റിക്കൽ അപ്രോച്ചസ് ടു ബിസിനസ് എത്തിക്സും ട്രാൻസ്പെറൻസി ഇൻ ഡാറ്റ മാനേജ്മെന്റ് ഒക്കെയാണ്. അപ്പം അത് ഫ്രീക്വന്റ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചു പോവുക. എൻഷുർ നമ്മൾ പ്രൊജക്ടി ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉള്ളതാണ്. കൂടുതലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോവുക കേട്ടോ. ലോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് കോഡ് ഓഫ് കോണ്ടക്റ്റും ഡാറ്റ മിനിമൈസേഷനുമാണ്. റെയർലി ആണ് ഇത് ക്വസ്റ്റ്യൻസിൽ വന്ന് കണ്ടിട്ടുള്ളത്, പക്ഷെ ഇഗ്നോർ ചെയ്യേണ്ട, വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഈ ഒരു ചാർട്ടിന് ആ ഒരു ഇൻസൈറ്റ്സിന്റെ ബേസിലുള്ള ഒരു ചാർട്ടാണ് നമ്മൾ കണ്ടത്. ബ്ലോക്ക് വൈസും ഒക്കെ ഏതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ബ്ലോക്ക് വൈസ് നോക്കുമ്പോൾ ആദ്യത്തെ 2 ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സും ഫെയർ ട്രേഡ് പ്രാക്ടീസും എന്താണ് ഹയസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ഹൈലി പ്രോബബിൾ ആണെന്ന് പറയാൻ പറ്റും. ദെൻ വരുന്നത് എത്തിക്കൽ പ്രാക്ടീസ് ഇൻ ബിസിനസ്സിങ് അല്ലെ, അതൊക്കെ വരുന്നതെന്ന് പ്രൈസിങ് അതെന്ന് പറയുന്നത് നമുക്കൊരു ലോ പ്രോബബിൾ ഏരിയ ആണ്, പക്ഷെ നമുക്ക് മിസ് ഔട്ട് ആക്കരുത്. അഥവാ ഇൻ കേസ് നമുക്ക് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കവർ ചെയ്യണം. ആ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ച് മനസ്സിലാക്കി പോവുക. പക്ഷെ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ആദ്യത്തെ ബ്ലോക്കിലാണ്. ദെൻ സ്റ്റഡി പ്രയോറിറ്റി. സ്റ്റഡി പ്രയോറിറ്റിയിൽ എന്താ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്കിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഹൈ പ്രോബബിൾ ടോപ്പിക്, ഹൈ പ്രോബബിൾ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞതിൽ ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ട് എക്സാംസിൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ദെൻ മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്കില് ഇൻഡെപ്ത് നമ്മൾ പഠിച്ചെന്ന് എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് പോവുക. പിന്നെ മസ്റ്റ് ആയിട്ട് അതേ വരൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ വരാൻ ചാൻസ് ഹൈ ആണ്. അതുകൊണ്ട് മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സും കവർ ചെയ്യുക. ദെൻ ലോ പ്രോബബിലിറ്റി ടോപ്പിക്കിൽ എന്താണ് ഒരു ബ്രീഫ്ലി ഒരു റിവ്യൂ നമ്മൾ നടത്തിപ്പോ ഒരു റഫായിട്ട് നമ്മൾ അതൊന്ന് മനസ്സിലാക്കി അതെന്താണ് കേസ് എന്നൊക്കെ മനസ്സിലാക്കി ഒന്ന് പ്രിപ്പയർ ചെയ്തു പോകുക. ഇനി ഇൻ കേസ് ചോദിച്ചാൽ നമുക്ക് അറ്റൻഡ് ചെയ്യണം, മിസ്സാകരുത് എന്ന രീതിയിൽ വേണം ലോ പ്രോബബിലിറ്റി ടോപ്പിക്സ് കവർ ചെയ്യാൻ. ദെൻ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇതിന്റെ ലാസ്റ്റിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തരുമെന്ന്. ആ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് December 24 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നല്ല, എക്സ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അതായത് ഒരു പ്രീവിയസ് ഇയർ അനാലിസിന്റെ ബേസിസിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പാറ്റേണും സിലബസും റെക്കറിംഗ് രീതിയും ഒക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നിങ്ങൾ ഇത് ഒരു ഏകദേശം ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ നമുക്കൊരു പ്രിപ്പറേഷന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിൽ നമ്മുടെ എക്സാംസിന് വരുന്ന പോലെ തന്നെ ഔട്ട് ഓഫ് 100 ആണ് മാർക്സ് വന്നിരിക്കുന്നത്. മാക്സിമം മാർക്ക് 100. അറ്റംപ്റ്റ് ഇനി 5 ക്വസ്റ്റ്യൻസ് എന്നാണ് വരുന്നത്. ഏതെങ്കിലും 5 ആൻസർ ചെയ്യാം. കുറെ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും നമുക്ക് 5 ആയിരിക്കും ആൻസർ ചെയ്യുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ എന്താണ് ഈക്വൽ മാർക്സ് ആയിരിക്കും വരുന്നത്. ഇനി അതിനകത്ത് എന്താണ് കൂടുതൽ നമുക്ക് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എത്ര എണ്ണം ആൻസർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് കറക്റ്റ് ഓരോ ക്വസ്റ്റ്യൻസും അവർ ഉദ്ദേശിക്കുന്ന രീതി, അതായത് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു പാറ്റേണിൽ ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ ആൻസർ കൊടുക്കണം. ദെൻ ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ ആ ഒരു രീതിയിൽ വേണം. അപ്പൊ നമ്മൾ ആ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു വേർഡ് ലിമിറ്റ്സ് ഒക്കെ അതിനകത്ത് നോക്കി വേണം, ആ ഒരു ക്രൈറ്റീരിയ നോക്കി വേണം നമ്മൾ ചെയ്യാൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ അതൊരു 2 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എ പാർട്ടിൽ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ് വിത്ത് റെലവന്റ് എക്സാമ്പിൾസ് 10 മാർക്സ്. ബി എന്ന് പറയുന്നത് ഡിസ്കസ് ദ ചാലഞ്ചസ് ഇൻവോൾവ് ഇൻ ഇംപ്ലിമെന്റിംഗ്
ബിസിനസ് എത്തിക്സ് ഇൻ റീറ്റെയിൽ ഓർഗനൈസേഷൻ 10 മാർക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 2 എയിൽ വരുന്നത് വാട്ട് ഈസ് മെൻ ബൈ ഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഹൈലൈറ്റ് ദെയർ ഇൻസിഗ്നിഫിക്കൻസ് ഇൻ റീറ്റെയിൽ സെക്ടർ 10 മാർക്സ്. Analyze the principles and standards of fair trade and how they promote community development. അതും 10 മാർക്സിന്. Then question number 3 വരിക, എയിൽ വരിക, discuss the ethical implications of data collection and profiling in retail 10 marks. B എന്ന് പറയുന്നത് explain the concepts of consumer rights in terms of data protection and confidentiality 10 marks. Question number 4 എയിൽ വരിക, define product safety and quality control. Illustrate its significance in ethical retail practices 10 മാർക്സിനാണ്. ബി എന്ന് പറയുന്നത് വാട്ട് ആർ സസ്റ്റൈനബിൾ മെറ്റീരിയൽസ്, ഡിസ്കസ് ദെയർ റോൾ ഇൻ എത്തിക്കൽ പ്രോഡക്റ്റ് ഡിസൈൻ ആൻഡ് ഇന്നോവേഷൻ 10 മാർക്സ്. ദെൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വാട്ട് ഈസ് ഡൈനാമിക് പ്രൈസിംഗ്, ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ഡൈനാമിക് പ്രൈസിംഗ് ഇൻ ദ റീറ്റെയിൽ ഇൻഡസ്ട്രി 10 മാർക്സിനും. ബിയിൽ വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് പ്രൈസ് ഗോയിങ്, analyze whether it is ethical or not in the context of market dynamics 10 marks. Then question number 6 വന്നിരിക്കുന്നത് discuss the importance of workplace diversity in ethical business practices 10 മാർക്സും. ബിയിൽ വന്നിരിക്കുന്നത് what are the ethical considerations in workplace health and safety, suggest measures to create a safe working environment 10 marks. Then question number 7 വന്നിരിക്കുന്നത് examine the ethical practices required in customer service and grievance resolutions 10 മാർക്സും. Discuss how transparency and honesty can enhance customer trust in retail services 10 മാർക്സും. Then 8th question വന്നിരിക്കുന്നത് write short notes on the following ആണ്. 5 മാർക്ക് വെച്ചാണ് ഓരോന്നിനും പറഞ്ഞിരിക്കുന്നത്. അതില് എ വരുന്നത് ട്രാൻസ്പെറൻസി ഇൻ ഡാറ്റ മാനേജ്മെന്റ്, അപ്പൊ 5 മാർക്ക് ആയിരിക്കും. എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ മാനേജിംഗ് പെരിഷബിൾ പ്രോഡക്ട്സ് 5 മാർക്സ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ പ്രൊഡക്റ്റ് പാക്കേജിംഗ് 5 മാർക്സ്. ഗ്രീൻ റീറ്റെയിലിംഗ് 5 മാർക്സ്. അങ്ങനെ ടോട്ടൽ 20 മാർക്സ് ആണ് ആ ഒരു ക്വസ്റ്റ്യന് വരുന്നത്. ഇങ്ങനെ 8 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു 8 ക്വസ്റ്റ്യൻസിൽ നിന്നും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന 5 ആൻസർ ചെയ്യുക. ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നത്. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണും, 8 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിന്ന് ഔട്ട് ഓഫ് 5 നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്നത് നോക്കി നമ്മൾ ആൻസർ ചെയ്യുക. ആ ഒരു ടൈം ലിമിറ്റ് നമുക്കൊരു ആൻസർ എത്രത്തോളം അറിയാമെന്നും അല്ലെങ്കിൽ ആ മൊത്തത്തിലുള്ള എല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് റഫായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ. ദെൻ ഇതിന്റെ ഒരു ആൻസർ കീസോ അല്ലെങ്കിൽ ആൻസറിന്റെ പാറ്റേൺ ഒക്കെ നമ്മളുടെ ആ ഒരു ആപ്പിനകത്ത് ലേൺവേ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ആപ്പിനകത്ത് ഡോക്കായിട്ട് അവൈലബിൾ ആണ്. അത് നോക്കി റെഫർ ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവുക. എല്ലാവർക്കും നല്ലൊരു എക്സാം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹൈലി പ്രോബബിൾ ആയിട്ട് പറഞ്ഞ ഏരിയാസിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.